ദീർഘനാളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനും വെറും ഒരു സാധാരണ കാര്യമല്ല പറയുന്നത്. ഒരു ക്രിസ്തു ഭക്തൻ അല്ലെങ്കിൽ ഒരു സാധാരണ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യപ്രായത്തിൽ അവർ പഠിക്കുന്ന ചില ബൈബിൾ വചനങ്ങളുണ്ട്, ചില ചെറിയ സങ്കീർത്തനങ്ങളുണ്ട്, ചില കൊച്ചു കൊച്ചു പാട്ടുകളുണ്ട്, ചില ചെറിയ കഥകളുണ്ട്. ഇതൊക്കെ മറക്കാൻ സാധ്യത തീരെ കുറവാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയാൻ സാധ്യതയുള്ള ഒന്ന് 23-ാം സങ്കീർത്തനം എന്ന് തന്നെയാണ്. കാരണം അത്രയ്ക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന അനേക കാര്യങ്ങൾ ഈ 6 വാക്യം മാത്രമുള്ള സങ്കീർത്തനത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ 23-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ഏതൊരു സാധാരണക്കാരനെയും എത്ര ഉന്നത വ്യക്തിയെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഒരു ഇടയബാലനായി ജീവിതം ആരംഭിച്ച് ഒടുവിൽ രാജകൊട്ടാരത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പദവി അല്ലെങ്കിൽ രാജസ്ഥാനം തന്നെ സ്വന്തമാക്കി ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് നന്ദി കരയറ്റുവാനും അവസരം ലഭിച്ച ഒരാളാണ് ദാവീദ്. 23-ാം സങ്കീർത്തനത്തെ സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനമെന്നും സങ്കീർത്തനങ്ങളുടെ രാജ്ഞിയെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. ദൈവത്തെ ഒരു ഇടയനായും താൻ ഒരു രാജാവായിരിക്കെ താൻ സ്വയം വെറുമൊരു ആടായും താൻ ചിത്രീകരിക്കുകയാണ് സ്വയം. ഈ വാക്യങ്ങളുടെ അല്ലെങ്കിൽ ഈ 6 വാക്യങ്ങളുടെ അർത്ഥം ആഴത്തിൽ തിരിച്ചറിഞ്ഞ് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഗൈഡുകളോ കമൻട്രികളോ ഒന്നും പതരേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ഈ സങ്കീർത്തനം ധ്യാനിച്ചാൽ നിശ്ചയമായും മറ്റാർക്കും ലഭിക്കാത്ത ദൈവാലോചനകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുമെന്നത് തർക്കമറ്റ സംഗതിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഇത്രത്തോളം ഹൃദ്യമായി പ്രതിപാദിച്ചിരിക്കുന്ന വേറെതെങ്കിലും സ്ഥലം ബൈബിളിലുണ്ടോ എന്ന് സംശയമാണ്. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമീണ ഇടവകയിൽ വയോധികനായ ഒരു പട്ടക്കാരനും കുറെ ഇടവകാംഗങ്ങളും ഒത്തുചേർന്നു ആരാധനയ്ക്കായി. പട്ടക്കാരൻ്റെ ഒരു നിർദ്ദേശമനുസരിച്ച് അവിടെ കൂടിയൊന്ന മുഴുവൻ ആളുകളും 23-ാം സങ്കീർത്തനം മനഃപ്പാഠമായി മനസ്സിലാക്കിയത് ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരായി മുമ്പോട്ട് വന്ന് അവരെ കൊണ്ട് പറ്റുന്ന നിലയിലൊക്കെ ഈ സങ്കീർത്തനം പാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചു. നടൻ ഡേവിഡ് ഗാരിക് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. തൻ്റെ ഊഴവുമെത്തി താനും മുന്നോട്ട് ചെന്ന് 23-ാം സങ്കീർത്തനം ചൊല്ലിക്കേൾപ്പിച്ചു. അവിടെ തിങ്ങിയിരുന്ന മുഴുവൻ ആളുകളും കാതടപ്പിക്കുന്ന കയ്യടിയോടെയാണ് ആ സങ്കീർത്തനത്തിൻ്റെ വാക്കുകൾ അവസാനിക്കാൻ അവസരം കൊടുത്തത്. ഏറ്റവും ഒടുവിൽ ആ പട്ടക്കാരൻ, വയോധികനായ ആ മനുഷ്യൻ തൻ്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സങ്കീർത്തനം സാവധാനത്തിൽ ചൊല്ലാൻ തുടങ്ങി. ആരും കൈയടിച്ചില്ല. പ്രത്യേകിച്ച് ഭാവപ്രകടനങ്ങളോ ശബ്ദമുഖരിതമായ സാഹചര്യമോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഒരു അസാധാരണമായ ദൈവസാന്നിധ്യം അവരോരോരുത്തരും വ്യക്തിപരമായി അനുഭവിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം പ്രശസ്തനായ ആ നടൻ ഡേവിഡ് ഗാരിക് മുന്നോട്ട് വന്ന് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് സങ്കീർത്തനമറിയാം, നാടകീയമായി ചൊല്ലാനും അറിയാം, പക്ഷേ നമ്മുടെ പട്ടക്കാരന് ഇടയനെ അറിയാം. അതാണ് ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യം. സങ്കീർത്തനം വായിക്കുമ്പോഴും ഈ സങ്കീർത്തനം പാടുമ്പോഴും നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സങ്കീർത്തനം മാത്രമേ അറിയുള്ളൂ അതോ ഇടയനെ നന്നായി അറിയുമോ എന്ന്. വാസ്തവത്തിൽ നമുക്ക് ഇടയനെ വേണ്ട നിലകളിൽ അറിയുകയില്ല എങ്കിലും ഇടയന് നമ്മെ ഓരോരുത്തരെയും നല്ലോണം അറിയാം. തിരുവചനം ഉറപ്പു തരുന്നു, നിൻ്റെ തലയിലെ മുടികളും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അവയിൽ ഒന്ന് നിലത്ത് വീഴുമ്പോൾ ഞാൻ അറിയുന്നുവെന്ന്. അത്രത്തോളം നമ്മെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി കൊണ്ട് നിറയണം. കാരണം നാം ഒരിക്കൽ പോലും സങ്കല്പിക്കാത്ത ചിന്തിക്കാത്ത നിലകളിലുള്ള ദൈവിക കരുതൽ നമുക്ക് തന്ന് നമ്മെ നടത്തുന്ന കർത്താവിന് മഹത്വം കരയേറ്റേണ്ട ഒരവസരമായിട്ട് അതിനെ കണക്കാക്കുക. ഇടയൻ ആടിനെ അറിയുന്നത് പോലെ ആടുകൾ ഇടയനെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വാഭാവികമായിട്ടും അത് സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്ന് എനിക്ക് നല്ലോണം അറിയാം. എങ്കിലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ശ്രമിക്കാം. ഇടയൻ നമ്മെ നല്ലോണം അറിയുന്നു. നമുക്കും കുറേ കൂടി ഇടയനെ അറിയാനുള്ള
വിവിധ അനുഭവങ്ങൾക്കായി കാത്തിരിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലുക മാത്രമല്ല, അങ്ങേ നന്നായി അറിയാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.